السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹം നിറഞ്ഞ സയ്യിദ് അവറുകളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, ആഴ്ചതോറും നടന്നു വരുന്ന സ്വലാത്തിൻ്റെയും ദിക്ർ ദുആയുടെയും മജ്ലിസിലാണ് ഇപ്പൊ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. പ്രശുദ്ധമായ ഒരു രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിന്ന്. 23-ാം രാവും വെള്ളിയാഴ്ച രാവും കൊണ്ട് സംഗമിക്കുന്ന അപൂർവം ചില രാത്രികളിൽപ്പെട്ട ഒരു രാവ്. അതുതന്നെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന രാവായതുകൊണ്ട് ഈ രാവിന്റെ പവിത്രത ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഅ്മിനീങ്ങളെ പഠിപ്പിച്ചതാണ്, അവസാനത്തെ 10 ഒറ്റ രാത്രികളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന ഈ രാത്രിയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ, നന്മകളിൽ വ്യാപൃതനാവാൻ, തൗബയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും മനസ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടാൻ ഞാനടക്കം ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റമദാൻ വിട പറയും മുമ്പ്, പെരുന്നാളിന്റെ മാസപ്പിറവി കാണുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ദോഷങ്ങൾ മുഴുവനും പൊറുപ്പിക്കപ്പെടണം. തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ടത് പൊറുപ്പിക്കപ്പെടണം. എന്നാലേ ഈ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. അള്ളാഹുവിന്റെ പൊരുത്തവും ഹബീബിന്റെ പൊരുത്തവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ മഹാനായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറഞ്ഞ ഒരു കാരണം, റമദാൻ വന്നിട്ട് ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാതെ റമദാൻ വിട്ടുപിരിഞ്ഞു പോയവർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന്. അല്ലേ, 29 നോമ്പ് കിട്ടിയിട്ട് അല്ലെങ്കിൽ 30 നോമ്പ് കിട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അത്രയും കാലം ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, പടച്ചവനെ എന്നിൽ നിന്ന് പറ്റിപ്പോയിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്, നീ മാപ്പാക്കണമെന്ന് കണ്ണിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും കണ്ണുനിരുത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാതെ, പശ്ചാത്തപിക്കാതെ, ഇസ്തിഗ്ഫാർ ചെയ്യാതെ, ദുആ ചെയ്യാതെ, പാപങ്ങൾ പൊറുപ്പിക്കാതെ റമദാൻ അങ്ങോട്ട് വിട്ടുപിരിഞ്ഞു പോയാൽ അത് ശാപത്തിനിരയാകേണ്ടി വരും എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമദാൻ വിട പറയും മുമ്പ് അള്ളാഹുവിലേക്ക് കൂടുതൽ തൗബ ചെയ്തുകൊണ്ട് അടുക്കാൻ ശ്രമിക്കലാണ് മുഅ്മിനീങ്ങളാകുന്ന നാം ചെയ്യേണ്ടത്. റമദാനിൽ നിരന്തരം നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുവേ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ, ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ലേ, ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാക്കണേ, പ്രതികൂലമാക്കല്ലേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ റമദാൻ വിട്ടുപിരിഞ്ഞതിന് ശേഷവും പുണ്യങ്ങളിലാണ്, നന്മകളിലാണ് അവന്റെ ശ്രദ്ധയെങ്കിൽ, റമദാൻ വിട്ടുപിരിഞ്ഞതിന് ശേഷവും നന്മകളിലാണ്, തിന്മകളിലാണ് അവന്റെ ശ്രദ്ധയെങ്കിൽ, അവനക്ക് താല്പര്യമെങ്കിൽ, ഈ റമദാൻ അവനക്ക് അനുകൂലമാണെന്ന് ഉറപ്പ്. നേരെ മറിച്ച് റമദാനിന് ശേഷം തിന്മകളിലേക്കാണ്, റമദാനിന് മുമ്പ് പോലെ വീണ്ടും തിന്മകളിലേക്കാണ് അവൻ പുറപ്പെടുന്നത് എങ്കിൽ, ഈ റമദാൻ അവനക്ക് പ്രതികൂലമായിരിക്കാൻ സാധ്യതയാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. കാരണം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ആ നന്മയുടെ കൂലിയായി നൽകുന്ന ഒരു കൂലിയാണ് വീണ്ടും നന്മ ചെയ്യാൻ അവസരം കൊടുക്കുക എന്നുള്ളത്.
ഒരു നന്മ സ്വീകരിക്കപ്പെട്ടാൽ വീണ്ടും നന്മക്ക് അവസരം ഉണ്ടാകും, വീണ്ടും നന്മക്ക് അവസരമുണ്ടാകും. ഒരു നന്മ ചെയ്താൽ അത് സ്വീകാര്യമാണെങ്കിൽ നന്മയുടെ മേൽ നന്മയായിട്ട്, നന്മയുടെ മേൽ നന്മയായിട്ട് വീണ്ടും വീണ്ടും നന്മ ചെയ്യാൻ അവസരം അള്ളാഹു നൽകും. ഇത് മഹാന്മാർ പഠിപ്പിച്ച വാക്കാണ്. എന്നാൽ അതുപോലെ തന്നെ പറയുന്നു, ഒരാൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മക്കുള്ള ശിക്ഷയായി അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷ വീണ്ടും തിന്മ ചെയ്യാൻ അവസരം കിട്ടുമെന്ന്. അങ്ങനെ തിന്മയുടെ മേൽ തിന്മയായിട്ട് വീണ്ടും തിന്മകൾ ചെയ്ത് ഒരു തിന്മയുടെ ശിക്ഷയായി അള്ളാഹു ധാരാളം തിന്മ ചെയ്യാൻ അവസരം നൽകുമെന്ന് പറയുന്നു. അതൊരു ശിക്ഷയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് റമളാൻ ഇവിടെ സമാഗതമായി. 29ഉം 30ഉം നോമ്പുകൾ കിട്ടി. റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി. റമളാൻ വിട പറയുമ്പോൾ അവൻ ഒരു സംസ്കരിക്കപ്പെട്ടവനായി, അവൻ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെട്ടവനായി റമളാൻ അങ്ങോട്ട് വിട പറഞ്ഞു. അങ്ങനെ റമളാൻ വിടമോചന ശേഷം ആ ആത്മീയ ചൈതന്യത്തോടെ, ആ ആത്മീയമായ അന്തരീക്ഷത്തിൽ അവൻ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്, വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യുകയാണ്. എന്നാൽ ഉറപ്പിച്ചോ, റമളാൻ അവനക്ക് അനുകൂലമാണെന്ന്. എന്നാൽ റമളാൻ വന്നിട്ടും എല്ലാം കഴിഞ്ഞു പോയിട്ടും വീണ്ടും തെറ്റിലേക്കാണ് മനുഷ്യൻ കൂപ്പുകുത്തുന്നത് എങ്കിൽ റമളാൻ അവനക്ക് അനുകൂലമല്ല, പ്രതികൂലമാണെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യഗാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നവനാണ്. വഗൈറത്തുല്ലാഹ്, അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത്, അതിന്റെ അടയാളം എന്ന് പറയുന്നത്, അയ്യതിയൽ മർഉ മാ ഹറമല്ലാഹു അലൈഹി, അള്ളാഹു നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ കാര്യങ്ങൾ മനുഷ്യൻ പ്രാവർത്തികമാക്കുക എന്നതാണ്. മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നു എങ്കിൽ അവൻ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവനാണെന്ന് അവിടെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, റമളാൻ വിട പറയും മുമ്പ് ഈ രാത്രികളൊക്കെ നല്ലപോലെ ഉപയോഗപ്പെടുത്തി, രാവുകളൊക്കെ നല്ലപോലെ ഉപയോഗപ്പെടുത്തി, 84ഓളം വർഷം നന്മ ചെയ്ത കൂലി കിട്ടുന്ന ഒരു രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ഈ രാത്രികളിലൊക്കെ നല്ലപോലെ കഷ്ടപ്പെട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റമളാൻ പ്രതികൂലമാകുന്ന, അള്ളാഹുവിന്റെയും ഹബീബിന്റെയും കോപ്പമുണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റി രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പല പേർക്കും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام.
حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ രാജാതിരാജനായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞ ഇൽമ നീ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങൾ ഓതിയ ഖിറാഅത്തും അല്ലാഹുവേ സ്വലാത്തും സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ഇവിടെ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, നോമ്പുകള്, തറാവീഹുകള്, മറ്റു നിസ്കാരങ്ങള്, ഖിറാഅത്തുകള്, ദിക്റുകള്, സ്വലാത്തുകള്, ഞങ്ങൾ ചെയ്ത മുഴുവൻ പുണ്യങ്ങളും അല്ലാഹുവേ പോരായ്മകൾ പരിഹരിച്ചു കൊണ്ട് സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, അതിന്റെ മിസ്ല സവാബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബേ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ബന്ധുക്കളെയും അയൽവാസികളെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങൾ ഉസ്താദുമാർ, മശായിഖുമാർ, അവരുടെ കുടുംബങ്ങൾ, ബഹുറവൈത്തുക്കൾ, മശായിഖുമാർ, പടച്ചവനെ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹബീബിന്റെ ശഫാഅത്തിൽ അവസരം തരണേ അല്ലാ. പടച്ചവനെ, ഹബീബിനെ പരിപൂർണമായി ഇഷ്ഖ് തൗഫീഖ് നൽകണം റബ്ബേ. ഹബീബിനെ സിയാറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അവസരമേകണേ റഹ്മാനെ. ഹബീബിനോട് കൂടെ സ്വർഗം കടക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഹബീബിന്റെ ദീൻ പ്രചരിപ്പിക്കാനുള്ള ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഇതിന്റെ മിസ്ല സവാബ് മുത്ത് ഹബീബിന്റെ ആലൗലാദ് അസ്ഹാബ് അസ്വാജ് അഹ്ലു ബൈത്ത് ഇത്രത്തിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദായിന്റെയും അസ്ഹാബുൽ ബദറിന്റെയും അസ്ഹാബുൽ ഉഹദിന്റെയും അസ്ഹാബുൽ ഖന്ദഖിന്റെയും മറ്റെല്ലാ ശുഹദായിന്റെയും സഹാബാക്കളുടെയും സഹാബിയാത്തിന്റെയും ഹദറത്തിലേക്ക് ചേർത്ത് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഇതിന്റെ മിസ്ല സവാബ് എല്ലാ ഖൈർ സ്വലാഹിന്റെ അഹ്ലിന്റെ ഹദറത്തിലേക്കും എത്തിക്കണം റഹ്മാനെ. സമസ്തയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ഖാദിമീങ്ങളുണ്ട്. മരണപ്പെട്ട ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, മശായിഖന്മാരുണ്ട്, അവരുടെ ഉസ്താദുമാർ മശായിഖന്മാരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഇതിന്റെ കൂലിത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ മറവിട്ട് കിടക്കുന്നവർ, ഞങ്ങളുടെ മഹല്ലത്തിൽ മറവിട്ട് കിടക്കുന്നവർ, അല്ലാഹു ഞങ്ങളുടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവര്, ഭക്ഷണം നൽകിയവർ, സഹായിച്ചവര്, സ്നേഹിച്ചവര്, ഞങ്ങളുമായി ഇടപെടകി ജീവിച്ചവർ, അവരുടെ മരണപ്പെട്ടു അവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, വല്ലിപ്പമാരുണ്ട്, വല്യുമ്മമാരുണ്ട്, എളാപ്പമാര്, മൂത്താപ്പമാരുണ്ട്, അമ്മായിമാരുണ്ട്, എളാമ മൂത്തന്മാരുണ്ട്. പടച്ചവനെ, അമ്മോഷന്മാരുണ്ട്, അമ്മായിമ്മമാരുണ്ട്, അളിയന്മാരുണ്ട്, മരുമക്കളുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ അയൽവാസികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഞങ്ങളുടെ കൂടെ കളിച്ചു നടന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിൽ പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാരുണ്ട്, സ്കൂളിൽ പഠിപ്പിച്ച മുസ്ലിം ടീച്ചേഴ്സുകളുണ്ട്. പടച്ചവനെ, അവരിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാ. പടച്ചവനെ, ഞങ്ങളെ സ്നേഹിച്ചവര്, ഞങ്ങളുടെ കൂടെ ഉംറക്ക് വന്നവര്, ഹജ്ജിന് വന്നവര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ പലരും മരണപ്പെട്ടവരാണ് റഹ്മാനെ. അവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ കൂലികൾ എത്തിച്ചു കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, മുത്ത് ഹബീബിന്റെയും ഇവരുടെയൊക്കെ ഈ മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ സഹോദര സഹോദരിമാരാണ്, മൂത്തന്മാർ, ബന്ധപ്പെട്ടവർ, ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ, പടച്ചവനെ, എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാ. ചെയ്തുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാ, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാൻ. ചെറുതുണ്ട്, വലുതുണ്ട്, രഹസ്യമുണ്ട്, പരസ്യമുണ്ട്, കബീറത്തുകളുണ്ട്. അല്ലാഹുവേ, ചെറുദോഷങ്ങളുണ്ട്, എല്ലാം അറിയുന്ന അല്ലാ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന രാവിന്റെ ബറക്കത്ത് കൊണ്ട്, റമദാനിന്റെ ബറക്കത്ത് കൊണ്ട്, ലാസ്റ്റ് 10ന്റെ ബറക്കത്ത് കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ ഫضل കൊണ്ട്, പടച്ചവനെ, ഞങ്ങളുടെയും അവരുടെയും സകലമായ തെറ്റുകളും കുറ്റങ്ങളും നീ മാപ്പാക്കി തരണമല്ലാ. പടച്ചവനങ്ങൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ആഖിറത്തിൽ ഞങ്ങളെയും അവരെയും വഷളാക്കല്ല റബ്ബേ.
പഠിച്ചവനെ റമദാൻ വിട പറയും മുമ്പ് ദോഷങ്ങളെല്ലാം പൊറുപ്പിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. തൗബ ചെയ്യാനും ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനുമുള്ള മഹാഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ജീവിക്കുന്ന കാലമത്രയും ഇഖ്ലാസോടെ തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് തരണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, കുടുംബങ്ങള് എല്ലാവർക്കും ഇഖ്ലാസും തഖ്വയും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന, ദീൻ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഹബീബിനെ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, മഹാന്മാരെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവേ ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന, ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ ഇഷ്ടപ്പെടുന്ന മക്കളാക്കി അവരെ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണമല്ലാ, പ്രതികൂലമാക്കല്ല അല്ലാ. ഈ രാവുകളിലൊക്കെ പടച്ചവരെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം തരണമല്ലാ. റമദാനിന് ശേഷവും നന്മകളിലായി ജീവിതം മുന്നോട്ട് നയിപ്പിച്ചു തരണേ റബ്ബേ. ജീവിതം മുന്നോട്ട് നയിക്കണമല്ലാ. അല്ലാഹുവേ, പലരും പല കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോട് പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് അവറുകളെ സമീപിക്കുന്നവരുണ്ട്. ആർക്കാണോ പ്രയാസമുള്ളത് അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണം റബ്ബേ. കഷ്ടപ്പാടുകളൊക്കെ നീക്കിക്കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, കടം കുടുങ്ങിയവരുണ്ട്. കടങ്ങളൊക്കെ പെട്ടെന്ന് ഹലാല് കൊണ്ട് വീട്ടാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. കടങ്ങളൊക്കെ വേഗം വീട്ടാനുള്ള തൗഫീഖ് തരണം അല്ലാഹ്. പടച്ചവനേ, വീടില്ലാത്തവർക്ക് റബ്ബേ അനുയോജ്യമായ വീട് കൊടുക്കണമല്ലാഹ്. സ്ഥലമില്ലാത്തവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ നൽകണമല്ലാഹ്. സ്ഥലം വിൽപ്പനക്ക് വെച്ചവർക്ക് അല്ലാഹുവേ നല്ല വിലക്ക് വിറ്റ് പോവാനുള്ള ഭാഗ്യം കൊടുക്കണമല്ലാഹ്. പടച്ചവനെ, സ്ഥലം വിറ്റ് പോവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെ നീ പരീക്ഷിക്കല്ല റബ്ബേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കുക അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കുക അല്ലാഹ്. പ്രായമെത്തിയ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹുവേ ഖൈറായ ഇണത്തുണകൾ നൽകണം റബ്ബേ. പ്രായം നിശ്ചയിച്ചവരുണ്ട്, നിക്കാഹ് കഴിഞ്ഞവരുണ്ട് റബ്ബേ. ദാമ്പത്യം നീ ഖൈറാക്കി കൊടുക്കണം റബ്ബേ. ഐശ്വര്യമുള്ള ഐക്യമുള്ള ദാമ്പത്യമാക്കണം റബ്ബേ. അല്ലാഹുവേ, നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ റഹ്മാനേ. പടച്ചവനെ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ ആരൊക്കെയാണോ ജീവിച്ചിരിക്കുന്നവർ അവർക്കും ഞങ്ങൾക്ക് നിന്റെ ത്വാഅത്തിനായിട്ടുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പ്രവാസികളുണ്ട്, കടൽ തൊഴിലാളികളുണ്ട്, മറ്റു സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. നാട്ടിൽ ജോലി ചെയ്യുന്ന പല ജാതി ജോലികളുള്ളവരുണ്ട്, ഏർപ്പാടുള്ളവരുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണം റബ്ബേ. ആരെയും നീ പ്രയാസപ്പെടുത്തല്ല റബ്ബേ, കടത്തിൽ കൊടുക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ജയിലിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് റബ്ബേ. നിസ്സാര കാലങ്ങൾക്ക് ഇവിടെ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ജയിൽ മോചനം നൽകണം അല്ലാഹ്. ജയിൽ മോചനം നൽകണം റബ്ബേ. പടച്ചവനെ, ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനാത്തുകൾ അല്ലാഹുവേ ഇസ്ലാമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാഹ്. പല നാടുകളിൽ, പല രാജ്യങ്ങളിൽ, പല ഏരിയകളിൽ അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവേ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് നീ വലിയ പ്രതിഫലമാക്കി മാറ്റി കൊടുക്കണം റബ്ബേ. കഷ്ടപ്പാടുകളൊക്കെ നീ നിർത്തി കൊടുക്കണേ റബ്ബേ, നീ ദൂരീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ലോകത്ത് മുസ്ലിമീങ്ങൾക്കും മറ്റും സമാധാനം നൽകണം റബ്ബേ. ലോകത്ത് സമാധാനം നടക്കണം അല്ലാഹ്. അല്ലാഹുവേ, നേതാക്കന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനേ. അക്രമത്തെ തൊട്ട് അവർക്ക് നീ മോചനം കൊടുക്കണേ റബ്ബേ. ആക്രമിക്കുന്ന ളാലിമീങ്ങൾക്ക് അത് അല്ലാഹു നിർത്താനുള്ള തൗഫീഖ് കൊടുക്കണം റബ്ബേ. മദ്ലൂമീങ്ങൾക്ക് അല്ലാഹുവേ ഖൈറായ അല്ലാഹുവേ പ്രതിഫലം നൽകണേ റബ്ബേ. അവർക്ക് നീ നസ്ർ നൽകണം റഹ്മാനേ. പടച്ചവനെ അല്ലാഹുവേ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടിവെള്ളം നൽകണം റബ്ബേ. നല്ല വെള്ളം നൽകണം അല്ലാഹ്. പടച്ചവനെ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്.
എല്ലാവർക്കും നീ മോചനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, രോഗശൈലിയിൽ കിടക്കുന്നവരുണ്ട്, ബെഡിലും മറ്റും കിടന്നെണീക്കാൻ പറ്റാത്തവരുണ്ട്, ഐസിയുവിൽ കിടക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിലുള്ളവരുണ്ട്. അല്ലാ, ക്യാൻസർ ഉണ്ട്, കിഡ്നി രോഗമുണ്ട്, മാറാവ്യാധികളുണ്ട്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, 4 ദിവസം പ്രായമായവരുണ്ട്, 1.5 വയസ്സുകാരുണ്ട്, 21 കാരനുണ്ട്. ഇങ്ങനെ പലരും രോഗികളാണല്ലോ. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സയാണ് പറയുന്നത്. പടച്ചവനെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കൊക്കെ നീ ശിഫ പ്രദാനം ചെയ്യണമല്ലോ. നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങളുടെ മക്കളിൽ പലരും രോഗികളാണല്ലോ. അല്ലാഹുവേ, നല്ല പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. ഇവിടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കണം റബ്ബേ. നീ ദൂരീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, എല്ലാം റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കൾ പരീക്ഷ എഴുതി വിജയിച്ചവരുണ്ട്, പരീക്ഷ എഴുതാനിരിക്കുന്നവരുണ്ട്, റിസൾട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്, ഇന്റർവ്യൂ എഴുതാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ഹൈറെന്താണോ അത് എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, പൈശാചികമായി, മാനസികമായി, ശാരീരികമായി രോഗമനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, സ്ത്രീകളുണ്ട്, സഹോദരങ്ങളുണ്ട്. പടച്ചവനെ, മോചനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിൽ ദിക്റുകൾ സ്വലാത്തുകളൊക്കെ പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. പിശാചിനെ തൊട്ട് കാവൽ നൽകണമല്ലോ. കണ്ണീരിനെ തൊട്ട് കാക്കണേ റബ്ബേ. സിഹറിനെ തൊട്ട് കാക്കണേ റബ്ബേ. മുഖത്താബീങ്ങളുടെ ദൈവത്തിനെ തൊട്ട് കാവലേക്കണേ റബ്ബേ. നമാമീങ്ങളുടെ നിയമത്തിനെ തൊട്ട് കാവലാകണേ റബ്ബേ. കാദിരീകളുടെ കെതുകിനെ തൊട്ട്, വാലിമീങ്ങളുടെ മുമ്പിനെ തൊട്ട്, സാലിഹീങ്ങളുടെ സർപ്പത്തിനെ തൊട്ട്, ഹസ്രീകളുടെ ഹസദിനെ തൊട്ട്, അല്ലാഹുവേ, സാഹിരീകളുടെ സുഹൃത്തെ തൊട്ട്, അല്ലാഹുവേ, മാഫിരീകളുടെ മക്രിനെ തൊട്ട്, അതായിന്റെ അതാപത്തിനെ തൊട്ട് കാക്കണമല്ലോ. പഠിച്ചവനെ, റമദാനിതാ വിട പറയാനിരിക്കുന്നു അല്ലാ. പഠിച്ചവനെ, റമദാൻ വിട പറയുമ്പോൾ കോടാനക്കോടി മനുഷ്യരെ നരകമോചനം നൽകി നീ അനുഗ്രഹിക്കുമ്പോൾ, പാപികളായ ദോഷികളായ ഒന്നിനും കൊള്ളാത്തവരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ പറഞ്ഞവരെയും നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാ കൊടുക്കണം റബ്ബേ. റമദാനിന്റെ അടുത്തതായി ഉമ്മനായില് ഫലസായിലൊക്കെ കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ചേർക്കണം റഹ്മാനേ. ഞങ്ങളുടെയും അവരുടെയും കൽബ് നന്നാക്കണം റബ്ബേ. പടച്ചവനെ, തെറ്റില്ലാത്ത കൽബാക്കി മാറ്റിത്തരണം റബ്ബേ. അതിനുശേഷം നല്ലതുപോലെ ജീവിക്കാനും നിന്നെ കാണാനും സ്വർഗം കടക്കാനും നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമല്ലോ. അല്ലാഹുവേ, നീ തൗഫീഖേകണം റഹ്മാനേ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാന റമദാനാക്കല്ല അല്ലാ. അവസാന ലൈലത്തുൽ ഖദ്റാക്കല്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടാന്, ഖിദ്മ ചെയ്യാന്, തഅല്ലുമ് തഅലീമ് ചെയ്യാന്, നിന്റെ ദീനീ ഉലൂം പഠിപ്പിക്കാന്, പഠിക്കാന്, പ്രചരിപ്പിക്കാനും, വാദ് നടത്താൻ, ഇർശാദ് നടത്താൻ, ഖുതുബ നടത്താൻ പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരമാർ ഉസ്താദുമാർ ശിഷ്യന്മാർക്ക് മക്കൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ഉഖ്റവിയായ തഖ്വയുടെ ഇഖ്ലാസുള്ള ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും വാഇദീങ്ങളിലും മുദദ്ദിസുമാരിലും ഖുതുബായിലും അവരെ ഞങ്ങളെ നീ ചേർക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا المظلومين في كل بلدان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. محمد صلى الله عليه وسلم.
اللهم صل على محمد يا رب صل